ശാഫിഈ മദ്ഹബുകാരനായ മഅ്മൂം ഇമാമിനോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമാം റുകൂഇലേക്ക് പോകുന്നത്, തക്ബീർ ചൊല്ലിയത്. അപ്പോഴാണ് മഅ്മൂമിന് ഓർമ്മ വന്നത്, ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന്. ഇതുവരെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയ മഅ്മൂമാണ്. പക്ഷേ മറന്നുപോയതാണ്, വിട്ടുപോയതാണ് എങ്കിൽ ഇമാം റുകൂഇൽ പൊയ്ക്കോട്ടെ, മഅ്മൂം ഫാത്തിഹ ഓതി പൂർത്തീകരിക്കേണ്ടതാണ്. തുടർന്ന് ഇമാം ഇഅ്തിദാലിലേക്ക് വന്നു, പിന്നീട് സുജൂദിലേക്ക് പോയി. മഅ്മൂം ഫാത്തിഹ ഓതി തീർന്നിട്ടില്ല. ശരി, മഅ്മൂം ഫാത്തിഹ ഓതി കഴിയട്ടെ, പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഈ മഅ്മൂം ഫാത്തിഹ ഓതി പൂർത്തീകരിച്ചു. ഇനി നോക്കേണ്ടത് ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തലയുയർത്തിയിട്ടുണ്ടോ എന്നാണ്. താൻ ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോഴേക്കും ഇമാം രണ്ടാമത്തെ സുജൂദിലാണെങ്കിൽ മഅ്മൂമിന് റുകൂഇലേക്ക് പോകാവുന്നതാണ്. തുടർന്ന് ഇഅ്തിദാലും സുജൂദുമൊക്കെ ചെയ്ത് ഇമാമിനോടൊപ്പം പോകാവുന്നതാണ്. എന്നാൽ മഅ്മൂം ഫാത്തിഹ പൂർത്തീകരിച്ചിട്ട് നോക്കുമ്പോഴുണ്ട്, ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തി കഴിഞ്ഞു. എങ്കിൽ മഅ്മൂം റുകൂഇലേക്ക് പോകേണ്ടതില്ല. ആ ഫാത്തിഹ ഓതിയ ഖിയാമിൽ തന്നെ നിന്നാൽ മതി, തുടർന്നാൽ മതി. ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തി രണ്ടാമത്തെ റക്അത്തിലേക്ക്, അടുത്ത റക്അത്തിലേക്ക് വരുന്നുണ്ട്. മഅ്മൂം ഖിയാമിൽ തന്നെ നിന്നാൽ മതി. എന്നാൽ ഈ മഅ്മൂമിന് ഇപ്പോൾ ഒരു റക്അത്ത് കിട്ടിയിട്ടില്ല. അതിനാൽ ഇമാമിൻ്റെ സലാമിന് ശേഷം ഒരു റക്അത്ത് കൂടി മഅ്മൂം നിസ്കരിക്കേണ്ടതാണ്. ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പായി ഫാത്തിഹ ഓതി പൂർത്തീകരിച്ച് അടുത്ത റുകൂഇലേക്ക് പ്രവേശിച്ച മഅ്മൂമിന് ആ റക്അത്ത് കിട്ടിക്കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല.